എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ആത്മാർത്ഥമായ ഗ്രീറ്റിംഗ്സ് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ജോയ്സ് വിശാഖപട്ടണത്ത് ജനിച്ചു വളർന്ന ഒരു മലയാളിയാണ്. ഞാനാണെങ്കിൽ ചാലക്കുടിയിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കുണ്ടായിരുന്ന ജോലിയെല്ലാം മാറ്റിവെച്ച് കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരി ചോദ്യങ്ങൾ പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം അതിന് ഉത്തരം കണ്ടെത്താറുണ്ട്. ദൈവവചനത്തിൽ നിന്നാണ് പലപ്പോഴും ഞങ്ങൾ ഉത്തരം കണ്ടെത്താറ്. കാരണം മനുഷ്യന്റെ വാക്കോ പാരമ്പര്യങ്ങളോ തെറ്റിപ്പോയെന്ന് വന്നേക്കാം. എന്നാൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന് മാറ്റമുണ്ടാകിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരിട്ട് അനേക ചോദ്യങ്ങളുണ്ട്. നാം അതേ ക്രൈസ്തവ കൂട്ടത്തിൽ നിന്നൊക്കെ ദൈവവചനത്തിന്റെ സത്യത്തിലേക്ക് വളർന്നു വരുവാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ പണിയപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ശരിയായൊരു ഉത്തരം നൽകണം എന്നുള്ള ഒരു ചിന്ത ഞങ്ങളെ ഭരിക്കാറുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി നിങ്ങളോട് ഞങ്ങളുടെ ജീവിതത്തിലും പലരും ചോദിച്ച ചില ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഈ ക്രിസ്മസിന്റെ സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, യേശുവിന്റെ ജനനം ഇതുപോലെ ആഘോഷിക്കേണ്ടതായ ഒന്നാണോ, അല്ലെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് ആഘോഷിച്ച് അവസാനിപ്പിക്കേണ്ടതാണോ, ആ ഒരു ദിവസം ആഘോഷിക്കുന്നത് ശരിയാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. എന്താണ് ഈ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ പ്രാധാന്യം? ജോയ്സിന് എന്ത് തോന്നുന്നു? Christmas is actually the celebration of the birthday of Jesus Christ. And when you look in the Bible, God announced the birth of His only begotten Son through His angels. And this is what they said, that it was to be a joy for all peoples, not only for the people of Israel, but for all the earth. So, and we find that the shepherds went immediately and saw that everything was as it was said by the angels. And they rejoiced and went back praising and glorifying God. That's what the Bible says. So His birth is definitely a cause of great joy, because He is the Savior and not because He is just some leader. ഓക്കെ, ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നത് സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷത്തെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ ദൂതന്മാര്, മാലാഖമാര്, ആട്ടിടയന്മാരോട് പറഞ്ഞത്. കാരണം മനുഷ്യര് പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കുന്ന ഒരു രക്ഷകന്റെ പിറവിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിന്റെ ആകെത്തുക എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നാം ഈ ആഘോഷത്തിലേക്ക് നോക്കുമ്പോൾ ഷോപ്പുകളിൽ നക്ഷത്രങ്ങൾ വിൽക്കാനിട്ടിട്ടുണ്ട്, ബേക്കറികളിൽ കേക്കുകളുണ്ട്, അതുപോലെ ഡെക്കറേഷൻ ലൈറ്റ്സ്, അതുപോലെ തന്നെ ഈ നമ്മുടെ ഡെക്കറേഷൻ ലൈറ്റ്സ് മാത്രമല്ല,
ആട്ടിടയന്മാരുടെ, മാലാകമാരുടെ, ആടുകളുടെ, അതുപോലെ തന്നെ രാജാക്കന്മാരുടെ, അങ്ങനെയൊക്കെയുള്ള അനേക സിമ്പിൾസ് ആയിട്ടുള്ള അനേക കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ചില മണിനാഥങ്ങൾ, അതിൻ്റെതായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതും ക്രിസ്മസുമായിട്ടുള്ള ബന്ധം? എന്തെങ്കിലും ബിബ്ലിക്കലായിട്ടുള്ളതിന് എന്തെങ്കിലും കാര്യം ഇതിനുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും ചിലർ ചോദിക്കാറുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? What is this significance of all the different things that we see people using during the time of Christmas, like stars, bells and things like that? സാധാരണഗതിയിൽ ക്രിസ്മസ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് വലിയ, നമ്മുടെ കണ്ണിന് വളരെ ദൃശ്യമനോഹരമായിരിക്കുന്ന കാര്യങ്ങളാണ്. മനോഹരമായ സ്റ്റാറുകൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിലെ ഷോപ്പുകളൊക്കെയും സ്റ്റാറുകളെ കൊണ്ടും ക്രിസ്മസ് ട്രീകളെ കൊണ്ടും അതുപോലെ വിവിധങ്ങളായിരിക്കുന്ന ഡെക്കറേഷൻ ആർട്ടിക്കിൾസിനെ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? ഇതിനെല്ലാം ഒരു ബിബ്ലിക്കലായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. കാരണം സ്റ്റാർ കാണിക്കുന്നത് ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരിക്കുന്ന, രാജാക്കന്മാരായിരിക്കുന്ന, വിദ്വാൻമാരായിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ ജനനസമയത്ത് യേശുവിനെ കാണാനായിട്ട് വന്നു. അവരെ നയിച്ചത് ഒരു പ്രഭയോടുകൂടി നിന്ന ഒരു നക്ഷത്രമാണ് എന്ന് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സ്റ്റാറിന്റെ പിന്നിലെ കഥ. ഇത് മാത്രമല്ല, മാലാഖമാരെ ഇങ്ങനെ പലപ്പോഴും കൃപകളുടെ മേലെയൊക്കെ കെട്ടിത്തൂക്കിയിടാറൊക്കെ ഉണ്ട്. കാരണം ഈ ക്രിസ്മസ് ടൈമിൽ ദൈവത്തിന്റെ ദൂതന്മാർക്ക് വലിയൊരു റോളുണ്ട്. മറിയത്തിന് പ്രത്യക്ഷനാകുന്നു, പിന്നെ ജോസഫിന് പ്രത്യക്ഷനാകുന്നു, അങ്ങനെ പലതും. അതുകൊണ്ട് ദൂതന്മാരെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നേരത്തെ ജോയ്സ് പറഞ്ഞതുപോലെ ഈ ആട്ടിടയന്മാര് അവര് വെളിമ്പ്രദേശത്ത് അവർ ആടുകളെ മേച്ചു കിടക്കുമ്പോൾ അവരോട് വന്ന് ഈ അനൗൺസ്മെന്റ്, അവരാണ് മനോഹരമായ ഗാനം കേൾക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അവർ പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് അവരോട് കാണിച്ചത് ഇൻസ്ട്രക്ഷൻ കാരണം അവർ പോയി ആരാധിക്കാനിടയിൽ. അങ്ങനെ നക്ഷത്രം, അതുപോലെ തന്നെ നമ്മുടെ ആട്ടിടയന്മാര്, രാജാക്കന്മാര്, അതുപോലെ തന്നെ മറ്റുള്ള ഗിഫ്റ്റുകൾ. കാരണം അവർ കുറച്ച് ഗിഫ്റ്റ് കൊടുത്തു. സ്വർണം, കുന്തിരിക്കം, മീറ. അപ്പൊ ഗിഫ്റ്റുകൾ, ഗിഫ്റ്റ് എക്സ്ചേഞ്ചസ്. അതുപോലെ ക്രിസ്മസ് കാർഡുകൾ. യഥാർത്ഥത്തിൽ ക്രിസ്മസ് കാർഡ് എന്ന് പറയുന്നത് അത് ആരംഭിച്ചത് സ്വർഗത്തിലെ ദൈവം ഒരു സന്ദേശം കൊടുത്തു. എല്ലാവർക്കും ഒരു മഹാസന്തോഷം, ഗ്രീറ്റിംഗ്സ്. ദൂതൻ മറിയത്തോടൊരു ഗ്രീറ്റിംഗ് പറഞ്ഞു, മറിയത്തോടൊരു ഗ്രീറ്റിംഗ് പറഞ്ഞു, ജോസഫിനൊരു സന്ദേശം പറഞ്ഞു, മറിയത്തോടൊരു മെസ്സേജ് പറഞ്ഞു. ദൂതന്മാര്, മാലാഖമാര്, നമ്മുടെ ആട്ടിടയന്മാരുടെ മെസ്സേജ് പറഞ്ഞു. അങ്ങനെയാണ് ഈ മെസ്സേജുകൾ കൈമാറുന്നത്. ക്രിസ്മസ് ടൈമിലുള്ള നല്ല മെസ്സേജസ്. അങ്ങനെയാണ് ഈ ക്രിസ്മസ് കാർഡുകളൊക്കെ ആരംഭിക്കാൻ കാരണം. പിന്നെ മാത്രമല്ല, ക്രിസ്മസ് കാരൽ സിംഗിങ് ഒക്കെ ആരംഭിച്ചത് പാട്ടുപാടി അവര് ഈ നമ്മുടെ ഈ ആട്ടിടയന്മാര് പോയി കണ്ട് സന്തോഷിച്ച് ആരാധിച്ച് അവര് തിരിച്ചു വന്നപ്പോൾ സകലരെ അറിയിച്ചു. അതാണ് ഈ ക്രിസ്മസ് കാരലിന്റെ പിന്നിലൊക്കെ ഉള്ള കാര്യം എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഞാൻ ജോയ്സിനോട് കാര്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷത്തിനൊക്കെ മിക്കവാറും ടൗണുകളിൽ കാണുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. ഞാൻ എപ്പോഴും ബൈബിൾ വായിച്ചിട്ടൊന്നും അങ്ങനെ ഒരാളെ കുറിച്ച് ബൈബിളിൽ കണ്ടിട്ടില്ല. സാന്റാക്ലോസ്. അദ്ദേഹത്തിന് ഈ ക്രിസ്മസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒത്തിരി നൂറുകണക്കിന് ക്രിസ്മസ് പാപ്പന്മാര് ഉള്ള പ്രദർശനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് ഈ ബിബ്ലിക്കലായിട്ട് എന്തെങ്കിലും ഒരു വല്ല ബന്ധമുണ്ടോ?
ജോയ്സ് എന്ത് പറയുന്നു? Absolutely not. There's nothing written about Santa Claus in the Bible. ബൈബിളിൽ സാന്റാക്ലോസിനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ലേ? No, absolutely not. ഓക്കെ. It's just come down from tradition where I believe some devout man called Nicholas. Nicholas. Or Okay. Saint Nicholas, as they say, gave some gifts to the poor on a cold winter night. ഓ, അത് ശരി. So that's the reason behind people hanging up stockings too, and they wait for Santa Claus to put in something into it. But right from my childhood, I've seen no Santa coming and giving me gifts, but it's always been my parents and my elder sisters and brothers. And even I have given my nephews and nieces gifts. It was never Santa Claus. I don't know how he's become such a prominent figure today. There's so much so children know Santa Claus, but Jesus is so insignificant. ഒരു കാര്യം ജോയ്സ് പറഞ്ഞത് നാം ഈ സമയത്ത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പലർക്ക് സാന്റാക്ലോസിനെ അറിയാം. ഈ ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജന്മത്തെക്കുറിച്ചോ പ്രാധാന്യത്തെക്കുറിച്ചോ പലർക്കും അറിഞ്ഞുകൂടാ. സാന്റാക്ലോസ് ഗിഫ്റ്റ് നൽകുന്നു എന്നാണ് ആ ഒരു സങ്കല്പം. എന്നാൽ സത്യത്തിൽ നമ്മൾ പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറുകയാണ് ചെയ്യുന്നത്. ദൈവവചനത്തിൽ ഒരിടത്തും സാന്റാക്ലോസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ യേശുക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം സാന്റാക്ലോസിന് കൊടുക്കുന്നത് പോലെയാണ് ഇന്ന് ക്രിസ്ത്യാനികളായിരിക്കുന്ന ഭൂരിപക്ഷം പേരും തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ട് ക്രിസ്മസിന്റെ ആ പ്രാധാന്യം എന്താണ് എന്ന് ചരിത്രപരമായിട്ട് നോക്കിയാൽ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? വാട്ട് വിൽ ബി ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിയൽ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? എന്തായിരിക്കും? His birth was foretold in the Bible long ago, right in the Garden of Eden. ഒരു കാര്യം ഇപ്പൊ ജോയ്സ് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം. ഏദൻ തോട്ടം മുതൽ ദൈവത്തിന്റെ വചനത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് മുന്നമേ പ്രവചിച്ചിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ. And all through the ages, God kept reminding His people, that is, the people of Israel, that He would be sending the Messiah who would save them. Because എന്ന് പറഞ്ഞ ഒരു മിശിഹ എന്ന് പറഞ്ഞ ഒരു രക്ഷകനെ അയക്കുമെന്ന് ദൈവം തന്റെ ജനത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കിയത്. yes, okay. But right at the beginning, actually, Adam and Eve's relationship with God was severed because of their sin. And that's what God planned to provide, a savior to save us from our sins, so that we could get back into this wonderful relationship with God and have the free gift of eternal life. Okay. That's what this gift is all about. Jesus is the greatest and best gift that anyone could ever receive. ജോയ്സ് ഇപ്പോൾ പറഞ്ഞത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ വളരെ സ്നേഹപൂർവമായ ബന്ധം, ആ റിലേഷൻഷിപ്പ്, അത് ഏദൻ തോട്ടത്തിൽ വെച്ച് പാപത്താൽ അനുസരണക്കേടാൽ നഷ്ടപ്പെടുവാനിട്ടിടയായി. എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയ ദൈവവും മനുഷ്യനുമായുള്ള റിലേഷൻഷിപ്പ് പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവായ യേശുവിന്റെ ജനനം പ്രാധാന്യം അർഹിക്കുന്നത്. അതുമാത്രമല്ല, ജോസ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇത് നേരത്തെ കൂട്ടി പ്രവചിച്ചിട്ടുണ്ടെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രമല്ല, ദൈവജനം പരിശോധിച്ചാൽ ഏതൊരു മനുഷ്യനെയും അത്ഭുതപ്പെടുത്തുന്നതായ കാര്യം, കർത്താവായ യേശു ജനിക്കുന്നതിന് 400, 600, 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശുക്രിസ്തു ഇന്ന സ്ഥലത്ത് ജനിക്കുമെന്ന്, ഇങ്ങനെ ജീവിക്കുമെന്ന്, തന്റെ മരണം ഇങ്ങനെയായിരിക്കുമെന്നും, തന്റെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കുമെന്നും പ്രവാചകന്മാർ കൃത്യതയോടെ പ്രവചിച്ചിരുന്നു. അതിന് തെളിവായുള്ള ഏതെങ്കിലും പ്രവചന ഭാഗങ്ങൾ ജോയ്സിനൊന്ന് പറയാൻ പറ്റുമോ? Yes, the book of Isaiah says
angel, a virgin shall conceive and bear a child. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ള ഒരു വലിയ ഒരു പ്രവചനം യെശയ്യാവിന്റെ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട്. Who has heard of a virgin giving birth? Maybe there may be people who give birth, and we know of so many stories where women or young girls give birth even before marriage because they do what they're not supposed to do that time. But how can a virgin give birth? എങ്ങനെയാണ്? Impossible. അതെ, അസാധ്യമായൊരു കാര്യമായിരുന്നു. പുരുഷ സ്പർശമില്ലാതെ, ഒരു പുരുഷന്റെ ഇതില്ലാതെ എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും? അതുകൊണ്ട് ആ ജനനം എന്ന് പറയുന്നത് ഒരു ദിവ്യ ജനനമായിരുന്നു എന്ന്, അല്ല ദിവ്യ ജനനമാകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൃത്യതയോടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, താൻ എവിടെയാണ് ജനിക്കാൻ പോകുന്നതെന്ന് പോലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് പുസ്തകത്തിലാണ് അത് പറഞ്ഞത്? That's in the book of Micah. He said clearly that he would be born in Bethlehem. മിക്ക പ്രവചനത്തില് ബത്ലഹേമിലാണ് കർത്താവായ യേശുക്രിസ്തു ജനിക്കുക എന്ന് ഒരു പ്രവചനം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വ്യക്തമായിരിക്കുന്ന ഒരു പ്ലാനും പദ്ധതിയും പ്രകാരമാണ് ലോക ചരിത്രത്തെ, ഹ്യൂമൻ ഹിസ്റ്ററിയെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഭൂജാതനായത്. ആ ജനനത്തിന് വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ജനനത്തെങ്കിലാണ് ഈ വൈസ്മെൻ വന്നത്, ആട്ടിടയന്മാർ വന്ന് കണ്ടത്. അവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, താൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്നെ പ്രസവിച്ച് തന്നെ കിടത്തിയ സ്ഥലം എന്ന് പറയുന്നത്, അത് ഒരു പശുത്തൊഴുത്തിലെ ഒരു പുൽത്തൊട്ടിയിലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ, മോളുകളിലൊക്കെ പോകുമ്പോൾ വളരെ ഗിൽറ്റഡ് ആയിരിക്കുന്ന, വളരെ ചൂരലുകൾ കൊണ്ടുണ്ടാക്കിയ, വൈക്കോല് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത, നല്ല വിലയൊക്കെ വാങ്ങിക്കുന്ന തരത്തിലുള്ള ക്രിബുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം കാണിക്കുന്നത് അങ്ങനെയാണെങ്കിലും പലപ്പോഴും ചാണകത്തിന്റെ മണവും അതുപോലെ തന്നെ കൊതുകിന്റെ സാന്നിധ്യവുമുള്ള ആ തുണികളിൽ പൊതിഞ്ഞ ആ യേശുവിന്റെ ജനനത്തിന്റെ ആ താഴ്മ, അത് നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ സെലിബ്രേഷനിൽ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ സമൂഹത്തിനോ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ കർത്താവായ യേശു ഭൂജാതനായത്, സകലത്തിന്റെയും അധിപനായിരിക്കുന്ന, സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഭൂജാതനായത് ഒരു കാലിത്തൊഴുത്തിലാണ്. എന്തുകൊണ്ടായിരിക്കാം കർത്താവായ യേശു ആ ജനിച്ച് ആ പുൽത്തൊട്ടിയിൽ കിടത്താൻ കാരണം എന്തായിരിക്കും? Yeah, the Israelites were actually waiting for a king, the promised Messiah, but God chose to, bring His Son into this world in such a lowly and humble state so that He would be accessible to all. It was just to show that, and He lived such a simple life, and He was approachable by both the high and the low. Correct. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ആർക്കും അപ്രാപ്യനല്ല. ഏത് എളിയവനും, ഏത് പാവപ്പെട്ടവനും, ഒന്നുമില്ലാത്തവനും അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ ആ സ്നേഹം, അനുപമമായ സ്നേഹം, ആ ഹ്യൂമിലിറ്റി, അതവിടെ പ്രസിദ്ധമാകുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. കാരണം സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനായി പിറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു താഴ്മയാണ്. എന്നാൽ ആ താഴ്മയിൽ പോലും താൻ ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്ന അനുഭവം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രമാത്രം സ്നേഹത്തിന്റെ ഒരു പ്രകടനമായിരുന്നു അന്നത്തെ ആ ജനനത്തിൽ സംഭവിച്ച കാര്യമെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. എന്നാൽ
നാം പറഞ്ഞു ഈ ക്രിസ്മസിന് സാന്റാക്ലോസുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നതിന്റെ പ്രസക്തി? അപ്പൊ ഞാൻ അവരോട് പറയും, അങ്ങനെ ഒരു ദിവസമല്ല ആഘോഷിക്കേണ്ടത്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനും നമ്മുടെ പാപമോചകനും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു വ്യക്തിയല്ല യേശു. മറിച്ച് ആ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ആ സന്തോഷം എപ്പോഴും ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു ടേം ഞാൻ ഉപയോഗിക്കാം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്. എന്ന് പറഞ്ഞാൽ യേശു ആദ്യം വന്നു, അതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. But what about the people who are just celebrating Christmas with all this pompous and show and decoration, and those people who don't realize, that why Jesus came, and that without his death on the cross, Christmas really has no meaning. What about people who don't realize that? ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആദ്യ വരവ് എന്ന് പറഞ്ഞാൽ അത് മാനവലോകത്തിന്റെ പാപത്തെ രക്ഷിക്കുവാനായിട്ട്, മരിക്കുവാനായിട്ട് വന്നതാണ്. നാം ഈ ബർത്ത്ഡേ അല്ലെങ്കിൽ യേശുക്രിസ്തു ജനിച്ച ആഘോഷത്തിൽ ആഘോഷിച്ച് എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു വന്നതെന്ന് മറന്നുപോയി. അല്ലെങ്കിൽ യേശുക്രിസ്തുവുള്ള വിശ്വാസം അർപ്പിക്കേണ്ടതിന് പകരം കേക്കിലും സാന്റാക്ലോസിലും അതുപോലെയുള്ള മീനിങ്ലെസ് ആയിരിക്കുന്ന പല കാര്യത്തിലും നാം ശ്രദ്ധയൂന്നിക്കൊണ്ട് നാം ജീവിച്ചാൽ നാം നിശ്ചയമായിട്ടും ഹതഭാഗ്യന്മാരായി മാറിപ്പോകും. കാരണം യേശുക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് അർത്ഥപൂർണമാകണമെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി ഈ ഭൂമിയിൽ വന്ന് മരിക്കാനാണ് ജനിച്ചതെന്ന് വിശ്വസിക്കണം. തന്റെ അവസാനത്തുള്ള രക്തം വരെ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞതിനെ കുറിച്ചുള്ള ആ ചിന്തയില്ലാതെ നാം ജീവിച്ചാൽ നാം വലിയൊരു അപകടത്തിലാണ്. കാരണം ഞാനിത് പറയാൻ കാരണം, യേശു ക്രിസ്തു ജനിച്ചതിനെ സംബന്ധിച്ച പ്രവചനങ്ങൾ ചിലത് ജോയ്സ് പറയുവാനിടയിൽ, യെശയ്യാ പ്രവചനം, മിക്ക പ്രവചനം, സങ്കീർത്തനങ്ങൾ, അങ്ങനെ പലതുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതലേ ഉണ്ട്. എന്നാൽ അതിന്റെ 6 ഇരട്ടിയോളം പ്രാവശ്യം യേശു ക്രിസ്തു രണ്ടാമത് ഭൂമിയിലേക്ക് വരുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. So if God promised that the Savior would come and he came, then his other promises that Jesus would come again to take us to heaven. One day the earth and heavens that we see today will be burnt up, and a new heaven and a new earth will be created. It has been prophesied. So if that promise has fulfilled, definitely this promise will surely be fulfilled. അപ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും, കാരണം യേശു ഇന്ന സ്ഥലത്ത് ജനിക്കുമെന്നും ഇങ്ങനെ ജീവിക്കുമെന്നും ഇങ്ങനെ മരിക്കുമെന്നും കന്യഗർഭം ധരിക്കുമെന്നും എല്ലാം പറഞ്ഞത്, ഈവൻ കഴുതക്കുട്ടിയുടെ പുറത്ത് താൻ ആ ജെറുസലേമിലേക്ക് പ്രവേശിക്കുമെന്നൊക്കെ രേഖപ്പെടുത്തിയത് അക്ഷരാർത്ഥത്തിൽ ശരിയായെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളും നിവൃത്തിയാകുമെന്ന് നിശ്ചയമായും ഒരു ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കണം. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചേ മതിയാകും. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു രണ്ടാമത് വരുമെന്നുള്ളത് ദൈവവചനത്തിൽ അലംഘനീയമായിരിക്കുന്ന ഒരു സത്യമാണ്. യേശു ക്രിസ്തു എവിടെ വരും? ഇതൊരു ചോദ്യമാണ്. യേശു ക്രിസ്തു എന്തിനു വേണ്ടി വരും? യേശു ക്രിസ്തുവിന്റെ വരവിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നു അല്ലയോ എന്ന് നമ്മെ ചിന്തിപ്പിക്കുവാനാണ്. ജോയ്സിന് എന്ത് തോന്നുന്നു? യേശു ക്രിസ്തുവിന്റെ വരവ്
അടുത്തിരിക്കുന്നു എങ്കിൽ ഈ ആദ്യമായി വന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി വന്ന് ആ ജനന സമയത്തിന്റെ ആഘോഷത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് ഈ രണ്ടാമത്തെ വരവാണോ, അതോ ഈ ആദ്യത്തെ വരവ് എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് കാലഹരണപ്പെട്ട ഒന്നാണോ? എന്താണ് അതിനെക്കുറിച്ച് ജോയ്സിന് പറയാനുള്ളത്? When we celebrate our birthdays, every year we grow older and older. Okay. But when we see the celebration of Jesus' birth, it's like they remember only the first birthday. Okay. ശരിയാണ്, correct. Right? ശരി. But we know that he was born, he lived, he's died, and he rose again. Okay. So I think even while people who don't really know about why Jesus was born, when we celebrate the birth of Christ, we should definitely announce the good news, or rather I should say that we have the responsibility to announce the good news that the Savior came into the world, just as God promised, and He's coming again to take those who believe in Him, that He died for their sins. And if you see the signs of the times and you want to know about the prophecies about His second coming, then definitely you've got to look into the Bible and you find so many prophecies about that, and get yourself ready and prepared for His second coming. Okay, പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കലും ഈ സെലിബ്രേഷൻ ഒരു ഔട്ട്ഡേറ്റഡ് ആണെന്നോ കാലഹരണപ്പെട്ടതാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല എന്ന ജോയ്സ് ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. കാരണം യേശുവിനെ കുറിച്ച് അറിയാത്തവർ, പാപമോചനത്തെക്കുറിച്ച് അറിയാത്തവർ, നിത്യതയെക്കുറിച്ച് അറിയാത്തവർ, ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് അറിയാത്തവർ നിശ്ചയമായിട്ടും ഈ സെലിബ്രേഷനിലൂടെ അല്ലെങ്കിൽ ഈ മീനിങ് ഫുൾ ആയിരിക്കുന്ന മെസ്സേജിലൂടെ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയേണ്ടത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ കാലഘട്ടം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, പാപമോചനം നേടിയ, വിശുദ്ധ പദവി ലഭിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നവർ അതീവ പ്രാധാന്യത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. ജോയ്സ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സയൻസ്, ലോക സംഭവങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുകയാണ്. യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് അത് പറഞ്ഞു, തന്റെ വരവിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ ആകാശത്ത് കാണുന്ന ചില ലക്ഷണ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ അനേകരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നത്, രാജ്യത്തിനോട് പോരാടുന്നത്, ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകുന്നത്, അങ്ങനെ നിരവധിയായിരിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമായിട്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും തങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പോലും യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യം ഈ സമയത്ത്, ഈ ക്രിസ്മസിന്റെ ആഘോഷവേളയിൽ നമ്മളിപ്പോഴും ജനിച്ച കാര്യത്തിൽ ആ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് ആഘോഷിക്കുന്ന സമയത്ത് അതിൽ തന്നെ മയങ്ങി നിൽക്കേണ്ടവരല്ല, മറിച്ച് വളരെ ഉത്തരവാദിത്തോടുകൂടി, വളരെ താല്പര്യത്തോടുകൂടി നാം രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട സന്ദർഭമാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പോലും അത് പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഇസ്രായേലിന്റെ ചരിത്രം നോക്കിയാൽ പോലും യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് പറയാനായിട്ട് എന്തെങ്കിലും ജോയ്സിന് പറയാൻ കഴിയുമോ? Because Jesus once said that when the fig tree blossoms, then His coming is near. So the fig tree is a representation of Israel. അത്തിമരത്തെ കുറിച്ച് കർത്താവായ യേശു പറഞ്ഞതിനെ കുറിച്ചാ ഇപ്പോ ജോയ്സ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അത്തിമരം തളിർക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് കർത്താവ് പറഞ്ഞു. അത്തിമരത്തെ കുറിച്ച്, അത്തിമരം എന്ന് ബൈബിളിൽ പറയുന്നത് ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ്. പിന്നെ So what else can you tell us about the connection between Israel and the second coming of Jesus? കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവ്, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യ വരവാണല്ലോ ഇപ്പൊ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്.
രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് നേരത്തെ ജോയ്സ് പറഞ്ഞതായിരിക്കുന്ന ഈ അത്തിമരത്തിന്റെ തളിർക്കൽ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തില് റോമാലേഖനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, വളരെ ചിന്തനീയമായൊരു വാക്യമാണ്. അതായത് ഇസ്രായേല് ദൈവത്തിന്റെ സ്വന്തം ജനം യേശുവിനെ തിരസ്കരിച്ചതിന്റെ ഫലമായിട്ട് ലോകത്തിൽ അനേക നേഷൻസ്, അനേക ജാതികൾ, അനേക മനുഷ്യർ അവരെല്ലാം യേശുവിനെ അറിയുവാനായിട്ട് ഇടയായി. അവരനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. നമ്മുടെ മട്ടാഞ്ചേരിയിൽ, തലശ്ശേരിയിൽ, നാഗാലാൻഡിൽ അനേക സ്ഥലങ്ങളിൽ ചിതറിക്കപ്പെട്ടു പോയി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ സ്വന്തം നാട്ടിലേക്ക് റിസ്റ്റോർ ചെയ്ത് ഏകീകരിക്കപ്പെട്ട് അവർ വരുമ്പോൾ അത് ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്ത് എന്ന് ചോദിക്കുന്ന ഒരു ദൈവവചന ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ 1950 അടുപ്പിച്ചാണ് ഈ ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ആൾക്കാർ മുഴുവൻ ഇസ്രായേലിലേക്ക് വന്നതും ജെറുസലം പിടിച്ചെടുത്തതും അങ്ങനെ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഡ്രിപ്പ് ഇറിഗേഷനും അതുപോലെ തന്നെ സെറികൾച്ചറും അതുപോലെ തന്നെ വിവിധങ്ങളായിരിക്കുന്ന ഹോർട്ടിക്കൾച്ചറും എല്ലാം ഡെവലപ്ഡ് ആയപ്പോൾ അക്ഷരാർത്ഥ തേനും പാലും ഒഴുകുന്ന ഒരു സ്ഥലത്തെ പോലെ ഇസ്രായേൽ മാറുവാനായിട്ടിടയായി. ഇത് കാണിക്കുന്നത് ഇസ്രായേലിന്റെ ടെക്നോളജി നമ്മുടെ മോഡിജി പോലും പുകഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ടെക്നോളജി പുകഴ്ത്താനല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഈ ജനം, ചിതറിക്കപ്പെട്ട ജനം ഒന്നിക്കുന്നതിന്റെ ലക്ഷണം ആത്മീയമായി വ്യാഖ്യാനിച്ചാൽ അതിന്റെ യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് തെളിയിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് ഏറെ അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല, നക്ഷത്രം ഇടുന്നത് കുഴപ്പമില്ല, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന മെസ്സേജ് കൺവേ ചെയ്യുന്നതും കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതായ കാര്യം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ആണോ അല്ലയോ? Definitely not. It is the coming of Jesus Christ that we should be more concerned about. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിന്റെ സമയം പ്രവചിക്കാൻ അനേകർ ഓടി നടക്കുന്നുണ്ട്. കർത്താവ് യേശു രണ്ടാമത് വരുന്ന തീയതിയാണോ പ്രാധാന്യം, അതോ എന്താണ് ഈ സമയത്ത് പ്രാധാന്യം അറിയിക്കുന്നത്? As God promised, if God has promised that Jesus will come again, he will definitely come again. Okay, അപ്പോൾ കർത്താവ് വരുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വന്നിരിക്കും, നോ ഡൗട്ട്. But even Jesus said he does not know when that date and hour is. Only the Father knows. കണ്ടോ, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ആ നാഴികയും നാളും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രന് പോലും, മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു പറഞ്ഞു, അത് എനിക്ക് പോലും അറിയുന്ന കാര്യമല്ല എന്ന അർത്ഥത്തിൽ മനുഷ്യനത് അറിയേണ്ട കാര്യമില്ല എന്ന് പറയുവാനായിട്ടിടയായി. So the most important thing is to prepare yourself for his coming, because he clearly talked about remember the parable of the 10 virgins, how 5 of them were left behind. So we don't want to be in that category of people who are left behind. So definitely we have to be prepared and prepare ourselves according to what God says. ദൈവവചന പ്രകാരം നാം ഒരുങ്ങി നിൽക്കണം എന്നുള്ളതാണ് പ്രാധാന്യം എന്ന ജോയ്സ് പറഞ്ഞത്. കാരണം കർത്താവ് യേശു 10 കന്യകമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ 5 പേർ തള്ളപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ഒരുക്കമുണ്ടായിരുന്നില്ല, അവർക്കൊരു എക്സ്ട്രാ ഓയിൽ കയ്യിലുണ്ടായിരുന്നില്ല. അവര് പ്രതികൂല കാലാവസ്ഥ വന്നപ്പോൾ എല്ലാവരും ഉറങ്ങിയതുപോലെ അവരും ഉറങ്ങി. പക്ഷേ അനൗൺസ്മെന്റ് വന്നപ്പോൾ അവര് എല്ലാവരും എഴുന്നേറ്റെങ്കിലും 5 പേർക്ക് അവരുടെ ആ തിരി കെട്ടുപോകാനായിട്ടിടയായി. ഇവിടെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷത്തിലെ മധുരം കഴിക്കുന്നതോ പടക്കം പൊട്ടിക്കുന്നതോ നക്ഷത്രം തൂക്കുന്നതോ അതിനേക്കാൾ ഉപരിയായി, അതിനേക്കാൾ ഔട്ട്ഡേറ്റഡ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല,
കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുന്ന ഒരു വെർഷൻ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം. അത് സുവിശേഷത്തിന്റെ ഏറ്റവും ദീപശിഖയാണ്. എന്നാൽ യേശുവിനെ കുറിച്ച് അറിയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ആ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട്, വിശുദ്ധിയോടെ എതിരേൽക്കുവാനുള്ള പ്രത്യേക സന്ദർഭമാണ് ഈ ക്രിസ്മസ് ടൈം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം Yes, if God Himself announced the birth of His Son Jesus Christ, how much we who understand the meaning of His birth should, keep announcing this, because that's what Jesus said when He ascended into heaven. He gave the Great Commission. He said, "Go ye and preach." So we're supposed to announce this good news and this salvation and good news of the birth of Jesus. തീർച്ചയായിട്ടും ജോയ്സ് പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ കൽപ്പന, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കണമെന്നാണ്. ആ സുവിശേഷം പൂർണ്ണമാകണമെങ്കിൽ യേശുക്രിസ്തു ദൈവവചനപ്രകാരം ഭൂമിയിൽ വന്നു എന്നുള്ളതും, എങ്ങനെ ജനിച്ചു എന്നുള്ളതും, എങ്ങനെ ജീവിച്ചു എന്നുള്ളതും, എന്തിനു വേണ്ടിയാണ് ജനിച്ചതെന്നും, എങ്ങനെയാണ് മരിച്ചതെന്നും, എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റതെന്നും, ഇനിയും എന്താണ് വാഗ്ദത്തങ്ങൾ നിറവേറാനിരിക്കുന്നതെന്നും നിശ്ചയമായും മറ്റുള്ളവരോട് പറയണം. അത് സുവിശേഷത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ്. ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ക്രിസ്മസിന്റെ സന്ദേശം ഒരു ക്രിസ്ത്യാനിയുടെ സന്ദേശമാണ്. എന്നാൽ അതേസമയം തന്നെ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ പരമപ്രധാനമായിരിക്കുന്ന കാര്യം കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ ഓർമ്മിപ്പിക്കുകയും സ്വയം ഒരുക്കത്തോടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. What would you tell people who say, we are doing this all throughout the year, we don't need any one special day for it? യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു മഹാസന്തോഷമാണ്. ഞാൻ നാളെ ഉത്തർപ്രദേശിൽ പോയി യേശുവിനെ കേൾക്കാത്ത ഒരു ജനത്തോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ യേശുക്രിസ്തു ജനിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അവർക്കൊരു രക്ഷകൻ പിറക്കുകയാണ്. ആ രക്ഷകൻ വളരുകയാണ്. അവർ വീണ്ടും ജനനം പ്രാപിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഒരു ദിവസത്തിൽ ഒതുക്കേണ്ടതല്ല. എന്നാൽ ഈ ഒരു ദിവസത്തെ യേശുക്രിസ്തുവിന്റെ ജനന തീയതി ഒന്നും നമുക്ക് ഡിസംബർ 25 പറയാൻ സാധിക്കുമോ ജോയ്സ്? No, definitely not. No one knows the date actually. യേശുക്രിസ്തുവിന്റെ ജനന തീയതി ഇന്ന് ലോകത്ത് പല സ്ഥലത്തും പല തീയതികളിലാണ് ആഘോഷിക്കപ്പെടുന്നത്. ആ തീയതി ഡിസംബർ 25 പറയുവാൻ ഒരു വിധത്തിലും സാധ്യമല്ല. പക്ഷേ യേശുക്രിസ്തു ഭൂമി ജനിച്ചു എന്നുള്ളത് അതൊരു മഹാസന്തോഷമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കേണ്ടതും നമുക്ക് സന്തോഷിക്കേണ്ടതും നമുക്ക് മീനിങ് ഫുൾ ആയ ഒരു മെസ്സേജ് കൺവേ ചെയ്യേണ്ടതുമായ നിശ്ചയമായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഉത്തരവാദിത്വമുള്ളവരായിട്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പാപയാഗത്തെക്കുറിച്ചും ദിവ്യസ്നേഹത്തെക്കുറിച്ചും വാഗ്ദത്തങ്ങളെക്കുറിച്ചും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും യേശുവിനെ കുറിച്ച് അറിയാത്തവരോടും യേശുക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് സാന്റാക്ലോസിന്റെയും മറ്റുള്ളവരുടെയും പുറകെ പോയി പടക്കം പൊട്ടിച്ചും മദ്യം കഴിച്ചും കറങ്ങി നടക്കുന്നവരോടും കൃത്യതയോടെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് സമയം അധികമില്ല, അതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ട് യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട് യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ നമ്മെ തന്നെ ഒരുക്കണം. നക്ഷത്രം കെട്ടിത്തൂക്കിയല്ല, നമ്മുടെ മേൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തല്ല, വിശുദ്ധിയുടെ അലങ്കാരത്തോടുകൂടെ കർത്താവിനെ കാത്തിരിക്കാൻ നാം ഓരോരുത്തരും ഒരുങ്ങണം. അതിനായി നാം കർത്താവ് പറഞ്ഞ പോലെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായി മാറണം. I think if each one who's celebrating the birth of Jesus Christ questions themselves, why am I celebrating this? തീർച്ചയായും ഞാൻ എന്തുകൊണ്ട് ഇത് ആഘോഷിക്കുന്നു? എന്റെ ഉത്തരവാദിത്വം എന്ത്?
ഞാൻ എങ്ങനെയായി മാറണം, എന്നെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉദ്ദേശം എന്ത്, എന്നെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി അവതരിച്ചെങ്കിൽ അതുവഴി, ആ വരവ് വഴി ഞാൻ ദൈവത്തിന്റെ പുത്രനായി, ദൈവത്തിന്റെ പൈതലായി എങ്ങനെ ജനിക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയേണ്ടത് അനിവാര്യമാണ്. ബൈബിൾ പറയുന്നത് അവനെ കൈക്കൊണ്ട്, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി ജനിക്കുവാൻ പിതാവായി ദൈവം കഴിവ് നൽകിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ദൈവപുത്രന്റെ ജനനം ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് വേള ദൈവത്തിന്റെ പൈതലാകുവാനുള്ള നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ കഴിവായി ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. God bless you. God bless you.